3 വർഷം 4 വർഷം ഒരുപാട് എക്സാംസ് ഒക്കെ എഴുതി ഡിഗ്രി ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളൊരു ഗ്രാജുവേറ്റ് ഒക്കെ ആവാൻ പോവാണ്. ഇനി അടുത്തൊരു എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് ഇനി എന്ത്. അപ്പം മിക്കവാറും പേരും ഒരു ജോലി എന്നായിരിക്കും പറയുന്നത്. അപ്പോൾ ആ ഒരു ജോലി എന്ന് പറയുമ്പോൾ ഒരു ജസ്റ്റ് ജോബ് എന്ന് പറയുമ്പം അവിടെ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോർട്ട് ടേം നമുക്ക് ഒരു മണി ഏൺ ചെയ്യാനുള്ള ഒരു പ്രോസസ്സ് മാത്രമാണ്. വളരെ അൺസ്റ്റേബിൾ ആയിട്ട് കുറേ സമയത്തിനിടയ്ക്ക് കുറേ ജോലികൾ മാറി മാറി. പക്ഷേ നമ്മൾ ഇനി ഫോക്കസ് ചെയ്യേണ്ടത് ജസ്റ്റ് ഒരു ജോബ് മാത്രമായിരിക്കില്ല. ജോബിൻ്റെ കൂടെ തന്നെ ഒരു നല്ലൊരു ഗ്രോത്ത് തരുന്ന ലൈഫിൽ വളരെ നല്ലൊരു ഗ്രോത്ത് സ്റ്റെബിലിറ്റി തരുന്ന ഒരു നല്ലൊരു കരിയർ, അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ കരിയർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കരിയേഴ്സ് ഉണ്ടായിരിക്കും. അതിൽ തന്നെ നമുക്കിനി ഉടനെ തന്നെ വരാതിരിക്കുന്ന ഒരു 3 to 4 months കഴിയുമ്പോൾ നമുക്ക് ബാക്ക് ടു ബാക്ക് വരാതിരിക്കുന്ന ഏറ്റവും നല്ലൊരു കരിയർ ഓപ്പർച്യൂണിറ്റിയാണ് ബാങ്ക് എക്സാംസ് എന്ന് പറയുന്നത്. IBPS RRB ക്ലർക്ക് PO, IBPS ക്ലർക്ക് PO, SBI ക്ലർക്ക് PO, അതുപോലെ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓഫീസ് അസിസ്റ്റന്റ്, അതേപോലെ തന്നെ നമ്മുടെ ഒരുപാട് ബാങ്ക് സെക്ടറിൽ ഒരുപാട് വേക്കൻസീസ് ആണ് വരാതിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ ഇൻഷുറൻസ് സെക്ടേഴ്സിന്റെ എക്സാംസും ഇതിന്റെ കൂടെ തന്നെ ഇതേ പാറ്റേണിൽ ഇതേ സിലബസിലാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് എക്സാംസ് ആണ് ഇനി ഒരു 3 to 4 months കഴിയുമ്പോൾ വരാതിരിക്കുന്നത്. ഈ ഒരു എക്സാംസ് ഒക്കെ എഴുതി നിങ്ങളുടെ ഒരു ജോബിലേക്ക് എത്തിച്ചേരാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കിട്ടാൻ പോകുന്ന നല്ലൊരു കരിയർ, നല്ലൊരു സാലറി, നല്ലൊരു ജോബ് എന്ന് പറയുമ്പോൾ അപ്പോൾ ആ ഒരു ജോബിൽ നമുക്ക് ടൈം ടു ടൈം നല്ലൊരു കരിയർ ഗ്രോത്ത് ആയിരിക്കും നമുക്ക് വരാൻ പോകുന്നത്. നമ്മുടെ ലൈഫ് ഒരു ലോങ് ടേമിലേക്ക് സ്റ്റേബിളായി സെറ്റായി നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ബാങ്കിങ് സെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു എക്സാംസ് ആർക്കൊക്കെ എഴുതാൻ പറ്റും, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും, എന്ത് ക്വാളിഫിക്കേഷനാണ് വേണ്ടി, എന്ത് ഏജ് ലിമിറ്റാണ് വരുന്നത്, എന്താ പാറ്റേൺ, എന്താ സിലബസ് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾക്ക് ഈ ഒരു എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഈ ഒരു എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി നമുക്ക് ഈ വരുന്ന April 16 8 മണിക്ക് നമുക്ക് വൈശാഖ് സാർ കണ്ടക്ട് ചെയ്യുന്ന ഒരു വെബിനാർ, ഫ്രീ വെബിനാർ, ഓക്കെ, കംപ്ലീറ്റ്ലി ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ ഒരു വെബിനാറിലേക്ക് ജോയിൻ ചെയ്ത് നിങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ നല്ലപോലെ അറിഞ്ഞുകൊണ്ട് ഈ വരാതിരിക്കുന്ന ഈ എക്സാംസ് ഒക്കെ തന്നെ നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു കരിയർ, ഈ ഒരു എക്സാംസ് ഒക്കെ തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആൻഡ് ഈ ഒരു വെബിനാർ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി. കംപ്ലീറ്റ്ലി ഫ്രീ വെബിനാറാണ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാക്കരുത്. താങ്ക് യു.